ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി ഒരുപാട് ആ പെണ്ണിനെ ചന്തുവിനെ അങ്ങ് സ്നേഹിക്കുമൊന്നും വേണ്ട, പിന്നീട് അത് വലിയ പൊല്ലാപ്പാകും എന്ന് പറയുകയാണ്. അന്നേരം ദേവയാനി ചോദിക്കും, അതൊരു കൊച്ചുകുട്ടിയല്ലേ, അതിനെ സ്നേഹിച്ചു എന്ന് കരുതി ഇപ്പോൾ എന്താവാനാണ് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അതിൻ്റെ അവകാശികൾ ആരെങ്കിലും അതിനെ അന്വേഷിച്ച് വന്നാൽ അതിനെ കൂട്ടിക്കൊണ്ട് പോകണ്ടേ, ഏട്ടത്തിക്ക് പിന്നീട് ആ വിഷമം മാറാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിന് ആ കുട്ടി അന്വേഷിച്ച് ആരും വരില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്ന്. നേരെ പെട്ടെന്ന് ജലജ പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ മുന്നും പിന്നും നോക്കാതെ പലതും ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊന്നും കണ്ട് ഏട്ടത്തി അവളെ ആ കൊച്ചിനെ സ്നേഹിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് അബി വരുന്നത്. അബിയുടെ കയ്യിൽ കുറേ കവറുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് കയറി വരുമ്പോഴേ ദേവയാനി ചോദിക്കും, എന്താടാ ഇന്ന് എന്തൊക്കെയാ നീ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മായിമാർക്കും അമ്മയ്ക്കും ഒക്കെ ഓരോ ഡ്രസ്സ് അങ്ങ് എടുത്തു എന്ന് പറയും. അന്നേരം ദേവയാനി ഒരു അത്ഭുതം പോലെ ഇങ്ങനെ ദേവയാനി ചോദിക്കുക, ഇതെന്താ അബി ഇങ്ങനെ, ഇതുപോലെ ഒന്നും നീ ചെയ്യാറില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ നന്നായി തുടങ്ങി, ഇതിനു മുമ്പ് പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നന്നാകാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ദേവയാനി, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവിടെ ഇപ്പോൾ അനിക്കും ആദർശനും മാത്രമേ നന്നായാൽ മതിയോ, ഇവൻ നന്നാവണ്ടേ എന്ന് ചോദിക്കുക. അന്നേരത്തേക്കും അല്ല, ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതുവരെ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ അപ്പി പറയുക, ഞാൻ ഏതായാലും നന്നാകാൻ തീരുമാനിച്ചു, നവ്യയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ നന്നാകാനുള്ളത് അനിയും ആദർശവും ഒക്കെയാണ് എന്ന് ആദർശേട്ടനും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്. അന്നേരം അബി പറയുന്നുണ്ട്, അല്ല ഇവിടെ ഒരുത്തൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവളെ ഒന്ന് സ്നേഹിക്കാൻ പോലും അവന് സമയമില്ല, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ദേവയാനി പറയും, അനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ ആദർശിനെ പറ്റി പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, അല്ല ഇവിടെ നല്ല ആളായി കമ്പനിയുടെയൊക്കെ MD ഒക്കെ ആയിട്ടിരിക്കുവാണല്ലോ ആദർശേട്ടൻ, എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുക. അന്നേരം ദേവയാനിയുടെ പിന്നെയും ചോദിക്കും, നീ എന്താ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അല്ല ഇങ്ങനെ നല്ല പിള്ളയായിട്ട് നടക്കുന്നവരുടെ മനസ്സിൽ വലിയൊരു കടൽ കാണും, കുഴികളും കാണും, അതൊന്നും പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാകില്ല, പയ്യെ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ. അന്നേരം ദേവയാനിക്ക് ഭയങ്കര സംശയമാണ്, ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്, അവൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പെരുമാറുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരത്തേനും ജലജ പറയുന്നുണ്ട്, അവൻ എന്ത് നല്ലത് ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളവർക്ക് അറിയത്തുള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇതുവരെയുള്ള അവൻ്റെ സ്വഭാവം വെച്ചാൽ അതങ്ങനെയൊക്കെ തന്നെയാണ്, അതങ്ങനെയൊന്നും അല്ല എന്ന് അവൻ തെളിയിക്കുന്ന അന്ന് ഞാൻ എൻ്റെ തീരുമാനം മാറ്റിക്കൊള്ളാം എന്ന് ദേവയാനി പറയുന്നുണ്ട്. പിന്നെയും അബി പറഞ്ഞിട്ട് പോയതിനെപ്പറ്റി ചിന്തിക്കുകയാണ് ദേവയാനി. പിന്നെ കാണിക്കുന്നത് ചന്തുമോളെയാണേ. ചന്തുമോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അബി കയറി വരുന്നത്. അന്നേരം ഹായ് ചെറിയച്ച എന്ന് പറഞ്ഞു വിളിക്കുന്ന അബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിന്നോട് ആരാടി എന്നെ ചെറിയച്ച എന്ന് വിളിക്കാൻ പറഞ്ഞത്, നീ എന്നെ അങ്കിൾ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, ആവശ്യമില്ലാതെ വിളിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ജലജ വരും. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്ക് പറയുവാണ്, ഇവൾ എന്നെ കയറി ചെറിയച്ചാന്ന് വിളിച്ചേക്കുന്നു എന്ന്. അന്നേരം ജലജയ്ക്കാണ് ദേഷ്യം വരും. ജലജ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരെങ്ങനെയൊക്കെ വിളിക്കാൻ പറഞ്ഞേ, ഇനിയിപ്പോൾ ഇവനെ ചെറിയച്ച എന്ന് വിളിച്ച സ്ഥിതിക്ക് ആദർശമാണോ നിൻ്റെ അച്ഛൻ, ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് പേടിപ്പിക്കുന്നത്, അതാകെ പേടിച്ചു പോയെന്ന് പറയുമ്പോൾ പിന്നെ അല്ലാണ്ട് വലിഞ്ഞേറി വന്നിട്ട് ഓരോരുത്തരും ഓരോ പേര് വിളിക്കുന്നു. ഈ പെൺകൊച്ച് അബീനെ ഇളയച്ച എന്ന് വിളിച്ചിരിക്കുന്നു, ഇതിൻ്റെ ആവശ്യം എന്താ ഇവൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതൊരു കൊച്ചു കുട്ടിയല്ലേ, അതിനെ മുത്തശ്ശൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു, ഏതായാലും അപ്പച്ചീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണല്ലോ മുത്തശ്ശൻ, ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെയുള്ളവർ പെരുമാറിയത് എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, എനിക്ക് രാജയോഗമാണ്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ രാജയോഗത്തിൽ തന്നെ വാഴുമെന്നത് എൻ്റെ ജാതകത്തിൽ നേരത്തെ എഴുതി വെച്ചിരുന്ന, അത് മാറ്റാനൊന്നും ആർക്കും സാധിക്കത്തില്ല, ആ പേര് പറഞ്ഞ് ഈ പെണ്ണിനെ ഇവിടെ വലിയ ആളാക്കാനൊന്നും വിടണ്ട, അത് സാധിക്കുകയില്ല എന്ന് പറയും. എന്നിട്ട് ചന്തുമോളോടായിട്ട് പറയുന്നുണ്ട്, നീ കേട്ടോടി, ഇനി മേല ഇവനെ ആവശ്യമില്ലാതെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ കുറേ ചീത്തയും പറഞ്ഞിട്ടാണ് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അബിക്കാണെങ്കിൽ അതിലേറെ ദേഷ്യം,
മോൾ അങ്ങനെ വിളിച്ചതിന് ഏതായാലും അവർ പോയി കഴിയുമ്പോഴേക്കും മോൾ വിഷമിക്കേണ്ട, അവരങ്ങനെയൊക്കെ പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് ഇവിടെ യാതൊരു കുറവും വരാതെ നയനയമ്മ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞങ്ങ് ആശ്വസിപ്പിക്കുവാണ് നയന. ഈ സമയം ആദർശാണെങ്കിൽ പുറത്ത് ലാപ്പിൽ എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കൊച്ചിനെ കൊണ്ട് വരികയാണ് നയന. എന്നിട്ട് ആദർശേട്ടൻ ഭയങ്കര തിരക്കിലാണ് എന്ന് ചോദിക്കും. എന്നിട്ട് കണ്ടോ അച്ഛൻ ഭയങ്കര തിരക്കിലാണ് എന്ന് പറയുന്ന ആദർശനെ ദേഷ്യം വരും. ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നു. എന്താ ആദർശേട്ടൻ ഇങ്ങനെ നോക്കുന്നേ, മോളാകെ പേടിച്ചു പോയല്ലോ, ഇങ്ങനെയൊന്നും നോക്കരുത് എന്ന് പറയുമ്പോൾ എന്തിനാവശ്യമില്ലാതെ വിളിക്കുന്നത്, ഇത്രയും നാളും അങ്കിളെന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, അതങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയാണ് അകത്ത് നടന്നത്, മോളെ അറിയാതെ അബീനെ ഒന്ന് ഇളയച്ചാന്ന് വിളിച്ചു, അതിന് രണ്ടുപേരും കൂടെ മോളെ കൊല്ലാൻ വന്നു, അതാകെ പേടിച്ചിരിക്കുകയാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ വിളിക്കുന്നത്, ഇനിയിപ്പോൾ ഇളയച്ചൻ അച്ഛനാകുമോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് വിളിക്കുന്നത് പോലെ അങ്ങ് വിളിച്ചാൽ മതിയെന്ന് പറയും. അപ്പോൾ നയന പറയും, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കേട്ടോ, അങ്കിൾ ചില സമയത്ത് സ്നേഹിക്കും, ചില സമയത്ത് ദേഷ്യപ്പെടും, അത് അങ്കിളിൻ്റെ ഒരു സ്വഭാവമായെന്ന് പറഞ്ഞിട്ട് മോളെ കളിക്കാനായിട്ട് അങ്ങ് വിടും. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, ഇവിടെയുള്ളവരെ എല്ലാവരും മോളെ എപ്പോഴും വിഷമിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്, ആ കൊച്ചിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ അതിന് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുമോ എന്നോർത്ത് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് ആദർശേട്ട വിഷമിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് തീരെ പൊടിക്കൊച്ചൊന്നുമല്ല, അത്യാവശ്യം അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറായി, അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട, നിൻ്റെ വീട്ടുകാരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല, അവർക്ക് ഇത് എങ്ങനെ എടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശ് മനസ്സിലാക്കി ഇങ്ങനെ വിഷമം അങ്ങ് പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് ആദർശമായിട്ട് വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ടല്ലോ, അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടെയുണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരു നന്മയാണ്, അതുകൊണ്ട് അവസാന വിജയം നമുക്ക് തന്നെ ആയിരിക്കും, അതുകൊണ്ട് ആദർശമായിട്ട് ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നയന പറയുവാണ്, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, ഇനിയും വേറെ ആരെങ്കിലും ആ കൊച്ചിനെ പീഡിപ്പിക്കും, വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും, അതിൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. ആദർശന് എന്തായാലും മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അബിയുടെ ആ ഉടായ്പ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഏതെങ്കിലും പെൺകുട്ടികളെ കറക്കി വീഴ്ത്തുക, അവളുമായിട്ട് കറങ്ങി നടക്കുക, അതൊക്കെ തന്നെ. അങ്ങനെ ആ പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരെയും ഞാൻ കുപ്പിയിലാക്കി വെച്ചേക്കുക, അതുകൊണ്ട് എന്നെ ആരും സംശയിക്കുകയില്ല എന്നൊക്കെ അബി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യയുടെ കാര്യം പറയാം, നവ്യയുടെ കാര്യവും പറയുന്നുണ്ട്, നവ്യേനെയും പ്രസവ സമയത്ത് ഞാൻ നന്നായിട്ട് സ്നേഹിച്ചു, അവൾ പറഞ്ഞതെല്ലാം മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു, അതുകൊണ്ട് അവളും പിന്നെ ഇനി എന്നെ സംശയിക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ പെൺകൊച്ച് ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അന്നേരം അങ്ങനെയൊന്നുമില്ല, ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതാണ്, അതുകൊണ്ടാണ് അവളോട് എനിക്ക് മനസ്സുകൊണ്ടങ്ങ് ശരിക്കും തുറന്നൊന്ന് അടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അന്നേരം നവ്യെ വിളിക്കേ, അപ്പോൾ കോളാണ് എടുക്കാൻ കഴിയാഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അന്നേരം പെൺകൊച്ച് അതെന്തിനാ കട്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ്, സ്നേഹിക്കുന്ന പോലെ അങ്ങ് അഭിനയിക്കാൻ തുടങ്ങിയാൽ പിന്നെ ശല്യമാണ്, പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പെൺകൊച്ചിനോട് പറയുന്നുണ്ട്, നിൻ്റെ വിവാഹം കഴിഞ്ഞ് ഗൾഫിലോട്ടൊന്നും പോകണ്ട, നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാം, എന്നെ 3 ബ്രാഞ്ച് ഏൽപ്പിക്കും, അപ്പോൾ നിന്നെ പിന്നെ ഒരു ബ്രാഞ്ചിൽ ഞാൻ റിസപ്ഷനിൽ നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. അനി ഫയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചായ കൊണ്ട് കൊടുക്കുന്ന അനീനെ എന്നിട്ട് 3 ബ്രാഞ്ച് ഏൽപ്പിച്ചപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല 3 മാനേജർമാരെ ഏട്ടൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പണി പഠിച്ചു വരാൻ എന്ന് പറയും. അന്നേരം അനിയാണെങ്കിൽ തിരിച്ചു പറയുന്നുണ്ട്, ആദർശ് ഇപ്പോൾ ഇത്തിരി കൂളായിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആദർശിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ അത് ഏകദേശം സോൾവായി, ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള പരിഹാരവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും. അന്നേരത്തേനും അതിൻ്റെ കൂടെ പറയുവാണ്, മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കിട്ടും, അനി അത് ചെയ്യാത്തത് ആണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുമ്പോൾ അനി ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ മനസ്സ് തുറന്ന ഏട്ടത്തിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു ഫലവും എനിക്കുണ്ടായില്ല, അതെന്താ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അന്നത് തുറന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പരിഹാരം കണ്ടു, അതുകൊണ്ടാണ് അനിയും നാമികയും തമ്മിലുള്ള വിവാഹം നടന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അനിയും നന്ദുവും ഇപ്പോഴും പ്രേമിച്ച് നടന്നേനെ, അനിയുടെ വിവാഹവും നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, അവളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരാമോ എങ്ങനെ ചോദിക്കുക. നേരത്തേനും നയന പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും വിചാരിക്കാതെ അവളെ സ്നേഹിക്കൂ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയുമ്പോഴേക്കും
അനി പറയുന്നുണ്ട് അവൾ ലോകം ഉടായിപ്പ, അവളുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ, എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാകാത്തത് എൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് എന്ന് പറയുമ്പോൾ നയന പറയുവാണ് എങ്കിൽ അമ്മയ്ക്ക് വേണ്ടി അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവളെ ഒന്ന് സ്നേഹിക്കാൻ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് അന്നേരത്തേനും പോകും. എന്നിട്ട് അന്നേരത്തേനും അവർ ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ചന്തുമോൾ അനാമികയുടെ റൂമിലേക്ക് ചെല്ലുന്നതായിട്ടാണ്. ആ റൂമിൽ ചെന്ന് പൊട്ടോ എന്തോ എടുത്ത് നോക്കുമ്പോഴാണ് അനാമിക അങ്ങോട്ട് കയറി വരുന്നത്. അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യം വരും. എന്നിട്ട് നീ എന്താണ് എൻ്റെ റൂമിൽ കയറി ആവശ്യമില്ലാത്തതൊക്കെ എടുക്കുന്നത് എന്ന് ചോദിച്ച് അടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആനി കയറി ചെല്ലുന്നത്. അന്നേരം ആനി പിടിച്ചു മാറ്റും കൊച്ചിനെ. എന്നിട്ട് ചോദിക്കും എന്ത് പണിയാണ് നീ കാണിക്കുന്നത്, ഈ കൊച്ചുകുട്ടിയോട് പോലും ഇങ്ങനെയാണോ നീ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് എവിടെ നിങ്ങളുടെ വലിഞ്ഞു കയറി വന്ന ഈ പെങ്കൊച്ചിനെ സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എൻ്റെ മുറി കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലെ തന്നെ പ്രതികരിക്കും. എനിക്കിതിനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോഴേക്ക് ആനി ചോദിക്കുന്നുണ്ട് ഓ നിനക്ക് ഇനി ഇഷ്ടമുള്ളത് പുറത്ത് കഞ്ചാവും അതുപോലെ തന്നെ അടിച്ച് വെളിവില്ലാത്ത നടക്കുന്ന കുറേമാരെ ആണല്ലോ, അവരോട് ചേർന്നിരിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും കാണാറില്ലല്ലോ എന്ന് പറയുമ്പോഴേക്ക് ആവശ്യമില്ലാത്തത് അനി സംസാരിക്കരുത് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട് ഇതൊക്കെ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുഴപ്പം കൊണ്ടാണ്, മക്കളെ നന്നായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയും. അന്നേരത്തേക്ക് അനാമിക പറയുന്നുണ്ട് ഇനി ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അനന്തപുരിയിലെ കൊച്ചു തമ്പുരാൻ ഒന്നും ആണ് എന്നൊന്നും ഞാൻ ഓർക്കില്ല എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് മോളെ ഈ റൂമിലേക്ക് ഇനി മോൾ വരരുത്, കാരണം ഇവിടെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരുത്തിയാണുള്ളത്, അതിൻ്റെ പിരി എപ്പോഴും ഇളകുന്നത് എന്ന് അറിയത്തില്ല എന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പിരി ഞാൻ പറയുന്നില്ല അവിടെ കിടന്ന് തുള്ളുക കേട്ടോ. ഏതായാലും മോളെ എടുത്തുകൊണ്ട് താഴേക്ക് വരുമ്പോഴേക്കും മോൾ കരയുന്നത് നയന കാണും. അന്നേരം എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ സംഭവം പറയുക കേട്ടോ. എന്നിട്ട് അനി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇതുപോലുള്ള കുഞ്ഞു കുട്ടികളെ പോലും സ്നേഹിക്കാനുള്ള മനസ്സ് അവൾക്കില്ല. ഇതുപോലെ ഒരു സാധനത്തിന് എൻ്റെ തലയിൽ കെട്ടിവെച്ചല്ലോ, അവളുടെ കൂടെയുള്ള ജീവിതം ഞാൻ മടുത്തു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരാമോ എന്ന് വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവുകയാണ്. അനി അന്നേരം ഇതെല്ലാം കേട്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നയന നേരെ അനാമികയുടെ റൂമിലേക്ക് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കുഞ്ഞിനെ തള്ളിയത്? അപ്പോൾ അനാമിക പറയുന്നുണ്ട് എനിക്ക് ആ സാധനത്തിനെ കാണുന്നത് ദേഷ്യമാണ്, എൻ്റെ മുറിയിൽ കയറി ആവശ്യമില്ലാത്തതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും കൊടുത്തു വിടും എന്ന് പറയും. അന്നേരം നയന പറയും ഈ റൂമിലൊക്കെ ഉള്ളത് മൊത്തം അപ്പോൾ അനാവശ്യമായ സാധനങ്ങളാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അനാവശ്യമാണ്, എൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഈ റൂമിലുള്ളത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മുത്തശ്ശനാണ്, അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ വേദനിപ്പിക്കാൻ ഒന്നും നമ്മൾ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ റൂമിൽ കയറണ്ട എന്ന് പറഞ്ഞേരെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് ഇനി മോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കുമെന്ന്. അന്നേരം പറയും നിങ്ങളിങ്ങോട്ട് തല്ലാൻ വന്നാൽ മതി, അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാനും തിരിച്ചു തല്ലോ എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാനും ചേച്ചിയൊക്കെ നിനക്കിട്ട് തന്നിട്ടുണ്ട്, എന്നിട്ട് എന്തേ നീ തിരിച്ചു തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇനി അങ്ങനെ ആയിരിക്കേയില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് നീ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം, ആ പാലിൽ വിഷം ചേർത്ത കാര്യമുണ്ടല്ലോ അത് ബാക്കിയുള്ളവരോടൊന്നും ഞാൻ പറയാത്തത് നീയും അനിയും തമ്മിലുള്ള ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു ഔദാര്യം എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങളിത് കരുതി വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയും എനിക്ക് നിന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എങ്കിൽ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നയന പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അനാമിക്കാണെങ്കിൽ ടെൻഷൻ വരും. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് നയന. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ.